വായിക്കാം. അമ്പലക്കടവ് പറഞ്ഞത് കളവാണ് സമ്മതിച്ചാൽ ഇപ്പൊ വായിക്കും. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞല്ലോ, ഇഖ്ബാൽ വാലിയ ജാല എന്ന ആളിൽ നിന്നാണ് രണ്ടും കിട്ടിയത്. അപ്പൊ രണ്ടിനും ഒരു സനദ് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, അമ്പലക്കടവ് പറഞ്ഞതാണ് കേട്ടോ. ഇനി അമ്പലക്കടവ് പറഞ്ഞത് കളവാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ വേറെ സനദ് വായിച്ചാൽ പറയും. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണോ അല്ലേ പറയും. പറ. അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞ സത്യ സനദല്ല, റസൂലുള്ളാന്റെ മുടി തന്നെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ സത്യ അത് വ്യക്തമാണ്. അത് സത്യ, ഈ സമൂഹം അത് സത്യമാണോ? അത് സത്യാന്നുള്ള കാര്യത്തിൽ അത് ഇത് സത്യമാണോ? ഇഖ്ബാൽ ജാലിയ വാല എന്ന ആളാണ് ഹസ്റജി കൊടുത്തത് എന്ന് സത്യമാണോ? ഹസ്റജി ഇവിടെ കൊടുത്ത മുടി ഇഖ്ബാൽ ജാലിയ വാലയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അമ്പലക്കടവ് പറയുന്നത് സത്യമാണോ? ആണോ? ആണെങ്കിലാണോ എന്ന് പറയണം. ആണെങ്കിലാണെന്നോ അല്ലെങ്കിൽ അല്ലാന്നും പറയാൻ അറിയായിട്ടല്ല. എന്നാ പറയും. ആണെങ്കിലാണോ ഹസ്റജി ഇവിടെ കൊടുത്ത മുടി? നിങ്ങളെ കളികളുടെ മുമ്പിൽ നടക്കൂല കേട്ടോ. ഞങ്ങൾ താജുൽ ഉലമയുടെ മക്കളാണെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് ഈ ജാതി. ഇത് പറ. നിങ്ങളിപ്പോൾ കുടുങ്ങി, നിങ്ങൾ വീണ്ടും കുടുങ്ങി. കാരണം എന്താണെന്നറിയോ? അല്ലല്ല, ബഹുമാനപ്പെട്ട ഹസ്റജി കാന്തപുരം ഉസ്താദിന് നൽകിയ ഷഅർ മുബാറക്ക് ഇഖ്ബാൽ ജാലിയ വാല എന്ന മഹാൻ കൊടുത്തതാണോ അല്ലേ? ഇയാള് പറഞ്ഞത് കൊടുത്തതാണെന്നാണ്. അത് സത്യമാണോ അല്ലേ? ഇങ്ങോട്ട് പറയും. സത്യമാണോ? താങ്കൾ അത് നിഷേധിക്കുന്നുണ്ടോ? അത് സത്യമാണോ അല്ലേ എന്ന് പറയാ. സത്യമാണോ അല്ലേ എന്ന് പറയാ. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണോ അല്ലേ പറയും. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന് പറ. സത്യമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറ. കൊടുക്കും വയ്ക്കും. ഞാൻ നിഷേധിക്കണ്ടെങ്കിൽ നോക്കണ്ട, നിങ്ങളെ വാദമാണ്. അഹമ്മദ് ഹസ്റജി കാന്തപുരം ഉസ്താദിന് നൽകിയത് ഇഖ്ബാൽ ജാലിയ വാല എന്ന ആളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നിങ്ങൾ അമ്പലക്കടവ് പത്രസമ്മേളനത്തിൽ നടത്തിയ നിഗമനം ശരിയാണോ അല്ലേ പറ. ഈ നാട്ടിൽ SSFകാരാണോ മുഖാമുഖം നടത്തുന്നത്, അല്ലെങ്കിൽ ഇതല്ല. നിങ്ങൾ കളവ് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിടൂല കേട്ടോ. കളവ് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുക. നിങ്ങളെ പത്രസമ്മേളനമാണ് നിങ്ങളെ കുഴക്കിയത്. സത്യത്തിൽ നിങ്ങളെ പറ്റിച്ചത് അമ്പലക്കടവ് തന്നെ. കാരണം നിങ്ങൾ സനത് ചോദിച്ചു വന്നു, പക്ഷെ നിങ്ങളെ കാക്കണ്ടല്ലോ അമ്പലക്കടവ്. അയാൾ പണ്ടേ തീരുമാനിച്ചു ഒരു സനത് മതി. അതെങ്ങനെയെന്നറിയോ? ഇയാൾ അറിയാതെ പറഞ്ഞു പോയി ഇഖ്ബാൽ ജാലിയ വാല തന്നെയാണ് ഹസ്റജിക്കും കൊടുത്തത്. അപ്പൊ പൊന്നു മോനെ, ഒരു സനത് തന്നെ ധാരാളം കേട്ടോ. അത് ഇനി നിങ്ങൾ തെറ്റാ നിങ്ങോട്ട് പറ. അമ്പലക്കടവ് പറഞ്ഞ് തെറ്റാണെന്ന് നന്ദിയിലെ കുട്ടി പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വന്നു എന്ന സനത് വായിക്കാം. അമ്പലക്കടവിനെ തല്ലാൻ ധൈര്യമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. പറയും. അമ്പലക്കടവ് പറയുന്നത് താങ്കൾ നിഷേധിക്കും. അമ്പലക്കടവ് ഞാൻ നിങ്ങൾ ചോദിക്കേണ്ടതില്ല. എന്താണത് പറയാനൊരു പേടി? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അമ്പലക്കടവ് പറയുന്നത് സത്യമാണോ അല്ലേ? നിങ്ങൾക്ക് ഉറപ്പില്ല? അമ്പലക്കടവ് പറഞ്ഞത് സത്യം നിങ്ങൾക്ക് ഉറപ്പില്ലേ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ഈ സദസ്സൊന്ന് കേൾക്കട്ടെ. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണ് എന്ന് പറയാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പറ. അമ്പലക്കടവ് ഇവൽക്കൊന്നും ഉറപ്പില്ല. അതാ ഞാൻ പറഞ്ഞത്. അമ്പലക്കടവ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹസ്റജി ഇവിടെ നൽകിയ ഷഅർ ഇഖ്ബാൽ ജാലിയ വാല നൽകിയതാണ് എന്ന് പറഞ്ഞത് സത്യമാണോ അല്ലേ? അത് പറ. സത്യമാണോ അല്ല പറ. അതും പറ. ഞാനൊന്നുമില്ല. സത്യമാണോ ആണോ? സത്യമാണോ അല്ലേ പറ. സത്യമാണോ അല്ലേ പറ. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണോ അല്ലേ? അത് പറയണം. അമ്പലക്കടവ് പറഞ്ഞത് സത്യമാണെങ്കിൽ ആണ് എന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അല്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങൾ വായിക്കും. ഇയാൾ കുടുങ്ങി. കാരണം എന്താ? സത്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു സനത് മതി എന്ന് വന്നു. സത്യമല്ല എന്ന് പറഞ്ഞാൽ അമ്പലക്കടവ് പൊട്ടി. രണ്ടിങ്ങൾ ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. നിങ്ങളാണ് സകല മുസീബത്തും ഉണ്ടാക്കിയത്. ഇപ്പോൾ രണ്ട് സനത് വേണ്ട എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവാണ്. ഒരു ചോദ്യമേ ഉള്ളൂ. മിസ്റ്റർ അമ്പലക്കടവ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞെട്ടിപ്പിക്കുന്ന വിവരമെന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് സത്യമാണോ സത്യമല്ലേ? സത്യമാണോ സത്യമല്ലേ? സത്യമാണോ സത്യമല്ലേ? ഒരു ഞങ്ങളോട് ചോദിച്ചു നോക്ക്. കാന്തപുരം പറഞ്ഞത് സത്യമാണോ? പേരോട് പറഞ്ഞത് സത്യമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ 10,000 കുതിരശക്തിയോട് ഞങ്ങൾ പറയും ഞങ്ങളെ നേതാക്കൾ പറഞ്ഞത് സത്യം തന്നെ.
നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കൂല, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂല. ഇവിടെ എത്ര സമയമായി ഓ എന്റെ നന്ദിയിലെ കുട്ടി, ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചോദ്യമേ ഉള്ളൂ. അമ്പലക്കടവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് സത്യമാണോ അല്ലേ? സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അതിന്റെ ഉത്തരം കേൾക്കേണ്ടി ഉള്ളൂ, വേറൊന്നും കേൾക്കണ്ട. സത്യമാണോ അല്ലേ പറ. അല്ല. അല്ല 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 അല്ല. എന്നാൽ പിരിച്ചുവിടൂ നിങ്ങളെ SKSSF, പിരിച്ചുവിടൂ നിങ്ങളെ SKSSF, പിരിച്ചുവിടൂ നിങ്ങളെ SKSSF. പിരിച്ചുവിടലല്ലാതെ ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. കള്ളം പറയുന്ന ഈ പത്രക്കടവ് പറഞ്ഞത് സത്യമല്ല പോലും. ഇനി എന്തിനാണോ നിങ്ങളൊക്കെ സംഘടന എന്ന് വിചാരിച്ചിരിക്കുന്നത്? പിരിച്ചുവിട്ടുകൂടെ നിങ്ങൾക്ക്? പിരിച്ചുവിട്ടുകൂടെ നിങ്ങൾക്ക്? സത്യമല്ലാത്ത അസത്യ നിഗമനങ്ങൾ പറയാൻ ഒരു വാർത്താ സമ്മേളനം വേണോ? വാർത്താ സമ്മേളനം ആവശ്യമാണോ ഈ പൊള്ളത്തരം പറയാൻ, ഈ കളവ് പറയാൻ? അതുകൊണ്ട് തന്നെ അമ്പലക്കടവിന്റെ സത്യമല്ല എന്ന് പറഞ്ഞതോടെ ഭ്രാന്തവും കുഴപ്പമില്ല, അല്ലാഹു ഭ്രാന്ത് സുഖമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ ദ്വാരിക്കുന്നു. ഈ പോയത്തമുണ്ടല്ലോ, വാർത്താ സമ്മേളനം നടത്തിയതിന് നിങ്ങൾ സമുദായത്തോട് മാപ്പ് പറയണമെന്ന് ഈ സമുദായം ആവശ്യപ്പെടുന്നു. ഉറപ്പായിട്ടും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ സമുദായത്തോടൊന്ന് മാപ്പ് പറയുക, അതാണ് ആവശ്യം കേട്ടോ. ഇനി വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ പറയും. സഹോദരന്മാരെ, സ്വന്തം നേതാവിനെ പോലും വിശ്വാസമില്ലാത്ത ടീമാണ് SKSSF എന്ന് വളരെ പച്ചയായി ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ചോദിക്ക സനതുണ്ടോ സനതുണ്ടോന്ന്. സനത് അങ്ങോട്ട് കൊടുത്തപ്പോ പറയാം മറ്റേ സനതുണ്ടോന്ന്. മോനെ വളമ്പിയ ചോറ് ആദ്യം തിന്ന്, എന്നിട്ട് പിന്നെ മുറത്ത് കയറി കൊത്താൻ നോക്ക് കേട്ടോ. ആദ്യം വളമ്പിയ ചോറ് തിന്ന്, എന്നിട്ട് അടുത്ത സനതി ചോദിക്ക്. പിന്നെ പല ഭാഗത്തും ഇങ്ങനെ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും നടക്കുന്നുണ്ട്. ഓർമ്മപ്പെടുത്തുന്നു, മരുന്നിങ്ങനെ തേക്കുന്നതിന് അനുസരിച്ച് ചൊറി പുറത്തു വന്നുകൊണ്ടിരിക്കും. ആര് വന്നാലും, അമ്പലക്കടവ് വന്നാലും, ഏത് നേതാവ് വന്നാലും കാന്തപുരത്തിന്റെ മക്കളെ ഒരു രവലേശം പോരേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ആണയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.